ഇത് അണ്ണൻ തമ്പി കഥയല്ല. തങ്കച്ചി കഥ. ആക്ഷനിൽ നിറഞ്ഞാടി രായൻ. കഥ, സംവിധാനം ബൈ ധനുഷ്. രായൻ എന്ന സിനിമയുടെ ഐഡന്റിറ്റി തന്നെ ഇതാണ്. തന്റെ 50ാമത്തെ ചിത്രത്തിൽ പ്രേക്ഷകരെ ധനുഷ് വലിയ തോതിൽ നിരാശപ്പെടുത്തിയില്ലെന്ന് പറയാം. കാത്തവരായൻ, മുത്തുവേൽ രായൻ, മാണിക്യരായൻ, ദുർഗ എന്നീ സഹോദരങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തിയാണ് രായൻ മുന്നോട്ടു പോകുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് രായൻ. രായന്റെ മുഖത്ത് ചിരിയില്ല. അയാൾ ചിരിക്കുന്നതുതന്നെ വളരെ അപൂർവമായി പ്രേക്ഷകൻ കാണാവുകയുള്ളൂ. തന്റെ അനിയന്മാരും അനിയത്തിയുമാണ് രായന് എല്ലാം. അയാളുടെ ജീവിതം തന്നെ അവർക്കു വേണ്ടിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ രായന്റെയും സഹോദരങ്ങളുടെയും ഇടയിലേക്ക് ചില അനിഷ്ട സംഭവങ്ങളും ചില മുഖങ്ങളും കടന്നുവരുന്നതോടെ കഥ മാറുകയാണ്. അതുവരെ കണ്ടതുപോലെയല്ല പിന്നീടുള്ള കാഴ്ചകൾ. ഒരു പക്കാ ഗ്യാങ്സ്റ്റർ റിവഞ്ച് സ്റ്റോറിയായി തന്നെയാണ് രായൻ കടന്നുവരുന്നത്. രായന്റെയും സഹോദരങ്ങളുടെയും പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. സിനിമയുടെ തുടക്കത്തിലുള്ള ബാക്ക് ഗ്രൗണ്ട് സീനുകൾ വലിച്ചു നീട്ടിയാണ് ധനുഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. തിരക്കഥയിലുള്ള ചെറിയ പാകപ്പിഴകൾ ആദ്യ പകുതിയിൽ പ്രേക്ഷകനെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ വളരെ മികച്ച രീതിയിൽ സ്കോർ ചെയ്യാനും ധനുഷിനായി. അണ്ണൻ തമ്പി, തങ്കച്ചി പാസവും ഇന്റർവെൽ പഞ്ചുമൊക്കെ പ്രേക്ഷക മനസ്സിൽ തങ്ങുന്ന വിധത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സീനിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകൻ ഊഹിക്കാമെങ്കിലും ചില എലമെന്റ്സിലൂടെ പ്രേക്ഷകരെ മാറി ചിന്തിപ്പിക്കാനും ധനുഷ് എന്ന സംവിധായകനും എഴുത്തുകാരനുമായി. മേക്കിങ്ങിലാണ് രായൻ സ്കോർ ചെയ്യുന്നത്. കഥാപാത്ര സൃഷ്ടിയും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും എടുത്തു പറയേണ്ടതാണ്. തുടക്കത്തിൽ തന്നെ രായൻ എന്ന കഥാപാത്രം എങ്ങനെയാണെന്നത് പ്രേക്ഷകൻ പിടികിട്ടും. റഫ് ആൻഡ് ടഫ് ആയ രായന്റെ സ്ക്രീൻ പ്രസൻസും പ്രേക്ഷകരിൽ ആവേശം നിറയ്ക്കുന്നതാണ്. ജെ സൂര്യ, തുഷാര വിജയൻ, സെൽവരാഘവൻ, സുന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, പ്രകാശ് രാജ്, അപർണ ബാലമുരളി, വരലക്ഷ്മി ശരത്കുമാർ തുടങ്ങിയവരുടെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. മുത്തു, മാണിക്യൻ, ദുർഗ എന്നിവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റും ത്രില്ലടിപ്പിക്കുന്നതാണ്. സേതു എന്ന ഗ്യാങ്സ്റ്റർ ലീഡറായാണ് ജെ സൂര്യ ചിത്രത്തിലെത്തുന്നത്. രായനും ദുർഗയും മുത്തുവും മാണിക്യവും കളത്തിൽ നിറയുന്നതന്നെ സേതുവിന്റെ പ്രസൻസ് കൊണ്ടാണ്. രായനും സേതുവും തമ്മിലുള്ള കണ്ടുമുട്ടൽ രംഗവും പഞ്ച് ഡയലോഗുമെല്ലാം കയ്യടി നേടി. ആക്ഷൻ സീനുകളിലും തുഷാര മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ക്ലൈമാക്സ് രംഗത്തിലെ ആക്ഷൻ രംഗവും ത്രസിപ്പിക്കുന്നതാണ്. അതിലേക്ക് കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന രീതിയും അഭിനന്ദനാർഹമാണ്. എന്നാൽ സേതുവും രായനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ശരിക്കും പറഞ്ഞു വയ്ക്കാൻ ധനുഷ് എന്ന എഴുത്തുകാരനോ സംവിധായകനോ ആയില്ല എന്ന് വേണം പറയാൻ. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും സിനിമ കഴിഞ്ഞാലും ഈ രണ്ട് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റി പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സംഗീതവും പശ്ചാത്തല സംഗീതവും തന്നെയാണ്. AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം ഒരു കഥാപാത്രമായി തന്നെ ആദ്യാവസാനം വരെ രായനൊപ്പം നിറഞ്ഞു നിന്നു. ആദ്യം മുതൽ അവസാനം വരെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് രായൻ സഞ്ചരിക്കുന്നത്. സംഗീതത്തിനൊപ്പം തന്നെ സിനിമയുടെ കഥയോട് ചേർന്നു നിന്ന് വിഷ്വൽസും. ക്ലോസപ്പ് ഷോട്ടുകളിലൊക്കെ ഛായാഗ്രാഹകൻ ഓം പ്രകാശ് അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. പ്രസന്ന ജിഗയുടെ എഡിറ്റിംഗും എടുത്തു പറയേണ്ടതാണ്. രായന്റെയും ദുർഗയുടെയും തുടർന്നുള്ള ജീവിതം ധനുഷ് പ്രേക്ഷകൻ വിട്ടു നൽകിയിരിക്കുകയാണ്. ചെറിയ പാകപ്പിഴകളും കല്ലുകടികളുമൊക്കെ മാറ്റി നിർത്തിയാൽ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് രായൻ. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ചിത്രം കണ്ടിരിക്കാം. വാർപ്പ് മാതൃകകൾ പിന്തുടരുന്ന സ്ലോ ബർണർ പരീക്ഷണ ചിത്രം. ലെവൽ ക്രയാസ് റിവ്യൂ. മൈൻഡ് ഗെയിം, സൈക്കോപാത്ത്, ക്രിമിനലുകൾ തുടങ്ങിയ വാർപ്പ് മാതൃകകൾ ഉള്ള സ്ലോ ബർണർ പരീക്ഷണ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണങ്ങിയ ചിത്രമാണ് ലെവൽ ക്രയാസ്. വളരെ സർറിയലായ പശ്ചാത്തലത്തിലാണ് ലെവൽ ക്രോസ് തുടങ്ങുന്നത്. സമയകാലങ്ങളെ നിശ്ചലമാക്കിയ ഒരിടത്തു ജീവിക്കുന്ന ഒരു പുരുഷൻ അവിടേക്ക് യാദൃശ്ചികമായി എത്തുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. പിന്നീട് പലപ്പോഴും പല നിലയ്ക്ക് പരസ്പരം പരീക്ഷിക്കപ്പെട്ടു അവരൊന്നിച്ച് മറ്റൊരു സമയകാലം ഉണ്ടാക്കുന്നു. പോസ്റ്റ് മോഡേൺ കാലത്തെ പരീക്ഷണ സാഹിത്യ സൃഷ്ടികളുടെ സിനിമകളുടെയൊക്കെ തുടർച്ചയാണ് ആ നിലയ്ക്ക് അർഫാസ് അയൂബിന്റെ ലെവൽ ക്രോസ്. ഓഫ് ബീറ്റ് സിനിമകളെന്നൊരു വിഭാഗമുണ്ടോ എന്നത് ഇപ്പോഴും തർക്ക വിഷയമാണ്. ഒരു പ്രത്യേക മീറ്ററിലും പേസിലും മുന്നോട്ട് നീങ്ങുന്ന സിനിമകളെ ഓഫ് ബീറ്റ് സിനിമകൾ, ഫിലിം ഫെസ്റ്റിവൽ സിനിമകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. പ്രശ്നവൽക്കരണങ്ങൾ മാറ്റിവച്ചാൽ അത്തരമൊരു മീറ്ററിലും താളത്തിലുമാണ് ലെവൽ ക്രോസ് തുടങ്ങുന്നത്. സംഭാഷണങ്ങളുടെ ബോധപൂർവമുള്ള അഭാവം, കഥയുടെയും തിരക്കഥയുടെയും വളരെ പതിഞ്ഞുള്ള മുന്നോട്ടുപോക്ക്,
ഭംഗിയുള്ളതാണെങ്കിലും സ്റ്റാറ്റിക് ആയ ഫ്രെയിമുകൾ തുടങ്ങി ഇത്തരം സിനിമകളുടെ സ്ഥിരം സ്വഭാവങ്ങൾ പലതും തുടക്കത്തിൽ ലെവൽ ക്രോസ് കാണിക്കുന്നു. മധ്യേഷ്യൻ സിനിമകളിൽ കാണുന്ന കുറെ പതിവ് കാഴ്ചകൾ പലപ്പോഴും ഒരു കാര്യവുമില്ലാതെ ഇവിടേക്ക് പറിച്ചു നട്ടതുപോലെ തോന്നി. ചേതൈ പോലുള്ള പേരുകളും ചില സംഭാഷണങ്ങളും ആധുനികാനന്തര കാലത്തെ ബംഗാളി നോവലുകളുടെയും ചില സിനിമകളുടെയും രീതി ഓർമ്മിപ്പിച്ചു. പിന്നീട് കുറച്ചു ഭാഗം കഴിഞ്ഞപ്പോൾ മൈൻഡ് ഗെയിം, സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിലേക്ക് സിനിമ മാറി. അതിനൊരു ആമുഖമായിരുന്നു സിനിമയുടെ ആദ്യത്തെ കുറച്ചു ഭാഗങ്ങൾ. സൈക്കോപാത്തുകൾ, അവരെ വേട്ടയാടുന്ന ഭൂതകാല മുറിവുകൾ തുടങ്ങി മലയാള സിനിമ നിരന്തരം പറയുന്ന കഥകളിലേക്ക് സിനിമ മാറി. മലയാള സമകാലിക ത്രില്ലർ സിനിമകളുടെ എല്ലാ സ്വഭാവവും ഇവിടെ ലെവൽ ക്രോസും പിന്തുടരുന്നു. ക്ലീഷേകളുടെ സിനിമാറ്റിക് ഭാരം പിന്തുടരുമ്പോഴും തലരിഞ്ഞ ചെകുത്താന്റെ ഉപമയും രൂപകവും സിനിമയിൽ പ്ലസ് ചെയ്ത രീതി ബുദ്ധിപൂർവമായ ഒന്നാണ്. ഒരു കഥയുടെ സാധ്യത പലപ്പോഴും സിനിമാറ്റിക് ആയി ഉപയോഗിച്ചിട്ടുണ്ട്. 3 പേരിലൂടെയാണ് കഥ വികസിക്കുന്നത്. ആസിഫ് അലിയുടെയും അമല പോളിന്റെയും ഷറഫുദ്ദീന്റെയും അഭിനയസാധ്യതയെ സിനിമ ഉപയോഗിക്കുന്നുണ്ട്. ആസിഫ് അലിയുടെ കൃത്രിമ പല്ലുകൾ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത മേക്ക് ഓവർ ആയതുപോലെ തോന്നി. കഥക്കോ കഥാപാത്രത്തിനോ യാതൊരാവശ്യവുമില്ലാത്ത ഇത്തരം മേക്ക് ഓവറുകൾ പലതരം പൊതുബോധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. മൈൻഡ് ഗെയിം, സൈക്കോപാത്ത്, ക്രിമിനലുകൾ തുടങ്ങിയ വാർപ്പ് മാതൃകകൾ ഉള്ള സ്ലോ ബർണർ പരീക്ഷണ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ അനുഭവിക്കാവുന്ന പുതുമകൾ ഒന്നുമില്ലാത്ത സിനിമയാണ് ലെവൽ ക്രോസ്. രണ്ടാം വരവിൽ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം. ദേവദൂതൻ 56-ൽ നിന്ന് 100 തിയേറ്ററുകളിലേക്ക്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതുപുത്തൻ സിനിമയായി ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീർക്കുന്നുവെന്നാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത്. 24 വർഷം മുൻപ് തിയേറ്ററിലെത്തിയപ്പോൾ പ്രേക്ഷകർ കൈയൊഴിഞ്ഞ ദേവദൂതൻ സിനിമയ്ക്കിപ്പോൾ പുനർജന്മം. റീമസ്റ്ററിംഗ് ചെയ്ത് റിലീസ് ചെയ്ത മോഹൻലാൽ, സിബി മലയിൽ ചിത്രത്തിന് രണ്ടാം വരവിൽ തിയേറ്ററിൽ പ്രേക്ഷകരുടെ വമ്പൻ സ്വീകരണം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതുപുത്തൻ സിനിമയായി ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീർക്കുന്നുവെന്നാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത്. പാട്ടുകൊണ്ടും പശ്ചാത്തല സംഗീതം കൊണ്ടും വിദ്യാസാഗർ അത്ഭുതം തീർത്ത ചിത്രം ദേവദൂതൻ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത്. പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 4Kയിൽ ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീർക്കുന്നുവെന്നാണ് പ്രേക്ഷക പ്രതികരണം. മികച്ച അഭിപ്രായം ലഭിച്ചതോടെ 56 തിയേറ്ററിൽ നിന്ന് 100 തിയേറ്ററുകളിലേക്കാണ് ചിത്രം എത്തുകയാണ്. കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സ് ആണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. കേരളത്തിനു പുറമെ കോയമ്പത്തൂർ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ദില്ലി, ബംഗളൂരു, മംഗളൂരു എന്നിവിടങ്ങളിലും ചിത്രത്തിന് റിലീസ് ഉണ്ട്. വിദേശങ്ങളിൽ യുയിലും ജിസിയിലും ദേവദൂതൻ വെള്ളിയാഴ്ച തന്നെ എത്തിയിട്ടുണ്ട്. സിബി മലയിലിന്റെ സംവിധാനത്തിൽ 2000-ൽ റിലീസ് ചെയ്ത ഈ മിസ്റ്ററി ത്രില്ലറിൽ ജയപ്രദ, വിനീത് കുമാർ, മുരളി, ജഗതി ശ്രീകുമാർ, ജഗീഷ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 24 വർഷങ്ങൾക്ക് ശേഷം വിശാൽ കൃഷ്ണമൂർത്തിയും മഹേശ്വറും അലീനയും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു. മോഹൻലാലിന്റെ ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതൻ ഗംഭീരമായി വീണ്ടും റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രം ജൂലൈ 26-ന് തിയേറ്ററുകളിൽ എത്തും. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം മികച്ച 4K ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുകയാണ് ഇപ്പോൾ. അതൊരു പുതിയ സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യും എന്നാണ് സംവിധായകൻ സിബി മലയിൽ പറയുന്നത്. റീമാസ്റ്റേർഡ് ആൻഡ് റീ എഡിറ്റഡ് പതിപ്പാകും തിയേറ്ററുകളിൽ ഉടൻ എത്തുക. രഘുനാഥ് പലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. മോഹൻലാലും സിബി മലയിലുമടക്കം പങ്കെടുത്ത ചടങ്ങിലാണ് 4K ഡോൾബി അറ്റ്മോസിലേക്ക് ശബ്ദവും ദൃശ്യവും പുതുക്കപ്പെട്ട ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴചേർത്ത ത്രില്ലറാണ് ദേവദൂതൻ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോസ് നേതൃത്വത്തിലാണ് ചിത്രം 4K നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാലും, വിശാൽ തന്റെ പ്രാരംഭ പോരാട്ടങ്ങളെക്കുറിച്ചും പാട്ടുകൾ രചിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു അജ്ഞാത ആത്മാവിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ. കൗതുകമുണർത്തുന്ന പ്ലോട്ടും മോഹൻലാലിന്റെ ശ്രദ്ധേയമായ പ്രകടനവും വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതവും ചിത്രം വീണ്ടും കാണാൻ പ്രേക്ഷകർക്കിടയിൽ ആക്കം കൂട്ടുന്നു. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ചിത്രത്തിന്റെ നിർമ്മാണം. സന്തോഷ് സി. തുണ്ടിൽ ഛായാഗ്രാഹകനായ ചിത്രത്തിന്റെ എഡിറ്റർ എൽ. ഭൂമിനാഥൻ ആണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗറാണ് സംഗീതം. കെ. ജെ. യേശുദാസ്, എം. ജയചന്ദ്രൻ, എം. ജി. ശ്രീകുമാർ, കെ. എസ്. ചിത്ര, സുജാത, എസ്. ജാനകി എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ.
ജനപ്രീതിയുള്ള മികച്ച ചിത്രം, മികച്ച കോസ്റ്റ്യൂം, മികച്ച സംഗീത സംവിധാനം എന്നിവ ഉൾപ്പെടെ 3 സംസ്ഥാന അവാർഡുകളാണ് ഈ ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത്. ശബ്ദ, ദൃശ്യവിന്യാസത്തിനും കഥാപശ്ചാത്തലത്തിലും സംഗീതത്തിലുമൊക്കെ ഒരു കാലത്ത് പുതുമകളുമായെത്തിയ ചിത്രത്തെ അതിന്റെ രണ്ടാം വരവിൽ പുതുതലമുറ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറക്കാർ. പ്രൊഡക്ഷൻ കൺട്രോളർ എം. രഞ്ജിത്ത്, ക്രിയേറ്റീവ് വിഷണറി ഹെഡ് ബോണി അസ്സനാർ, കലാസംവിധാനം മുത്തുരാജ്, ഗിരീഷ് മേനോൻ, കോസ്റ്റ്യൂംസ് എ. സതീശൻ, എസ്. ബി. മുരളി, മേക്കപ്പ് സി. വി. സുദേവൻ, സലീം. ചുരുക്കത്തിൽ, ഒരു സാധാരണ പഞ്ചായത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുകയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ. ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് പരിചിതമായി തോന്നും. കാരണം അനുദിന ജീവിതത്തിൽ പ്രേക്ഷകർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പഞ്ചായത്ത് ജെട്ടിയിലെ കാഴ്ചകൾ. അതിൽ ചിരിയുണ്ട്, കരച്ചിലുണ്ട്, സംഘർഷങ്ങളുണ്ട്. അതിലെല്ലാമുപരി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവിതങ്ങളുണ്ട്. കെട്ടുകാഴ്ചകളുടെ അമിതഭാരമില്ലാത്ത കൊച്ചു സിനിമ പഞ്ചായത്ത് ജെട്ടി റിവ്യൂ. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആക്ഷേപഹാസ്യത്തിലൂടെ പ്രേക്ഷകപ്രീതി നേടിയ മറിമായം ടീം ഒന്നിക്കുന്ന സിനിമ എന്നതാണ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയെ റിലീസിനു മുൻപേ ചർച്ചയാക്കിയത്. പ്രേക്ഷകർക്ക് സുപരിചിതരായ താരങ്ങൾ, ലളിതമായ ആഖ്യാനം, പരിചിതമായ പ്രമേയം. ചുരുക്കത്തിൽ കെട്ടുകാഴ്ചകളുടെ അധികഭാരമില്ലാത്ത കൊച്ചു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. മറിമായം ടീമിലെ മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്നാണ് സിനിമയുടെ രചനയും സംവിധാനവും. കായലാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന കൊടുങ്ങാശ്ശേരി പഞ്ചായത്തിലാണ് കഥ നടക്കുന്നത്. പഞ്ചായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണപക്ഷവും അതു അട്ടിമറിക്കാൻ നടക്കുന്ന പ്രതിപക്ഷവും. ഇവർ തമ്മിലുള്ള ചെറുതും വലുതുമായ സംഘർഷങ്ങളാണ് സിനിമയെ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജനസമ്മതനുമായ OKI സലിം ഹസനും അധികാരത്തിലെത്താൻ സകല കുറുക്കുവഴികളും പ്രയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് വല്ലഭനായി മണികണ്ഠൻ പട്ടാമ്പിയും. വരവേൽപ്പ്, പഞ്ചവടി പാലം തുടങ്ങിയ ക്ലാസിക് സിനിമകളുടെ ഒരു മറിമായം പതിപ്പാണ് സിനിമ. പഞ്ചായത്തിലെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവർക്കിടയിലെ പാരവെപ്പും പരദൂഷണവും, അതിനിടയിലുള്ള സാഹോദര്യം, ഇവയെല്ലാം കൃത്യമായി സിനിമയിൽ പകർത്തി വച്ചിരിക്കുന്നു. ചെറിയ കഥാപാത്രമായെത്തുന്ന അഭിനേതാക്കൾ പോലും മികച്ച അഭിനയമാണ് കാഴ്ചവയ്ക്കുന്നത്. കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന സലിം ഹസനും മണികണ്ഠൻ പട്ടാമ്പിയുമാണ് സിനിമയുടെ നട്ടെല്ല്. സലിം ഹസനും രചന നാരായണൻ കുട്ടിയും തമ്മിലുള്ള കെമിസ്ട്രിയും രസകരമാണ്. ഡയലോഗ് ഡെലിവറിയിലും പ്രകടനത്തിലും മുൻകാല സിനിമയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് രചന കാഴ്ചവച്ചിരിക്കുന്നത്. സ്നേഹ ശ്രീകുമാർ, നിയാസ് ബക്കർ, വിനോദ് കോവൂർ, മണി ഷൊർണൂർ, ഉണ്ണി ചെറുവത്തൂർ, രാഘവൻ, വീണ നായർ, മനോഹരിയമ്മ, സുധീർ പരവൂർ, അരുൺ പുനലൂർ, ഉണ്ണി നായർ, രശ്മി അനിൽ, ജെയിംസ് ഏല്യ, സേതുലക്ഷ്മിയമ്മ, പൗളി വിൽസൺ, സലിം കുമാർ എന്നിവരാണ് ചെറുതും വലുതുമായ വേഷങ്ങളിലെത്തുന്നത്. മറിമായം ടീമിന്റെ സിഗ്നേച്ചർ തമാശകളുടെ രീതി അതിന്റെ സ്വാഭാവികതയും സത്യസന്ധതയുമാണ്. എന്നാൽ സിനിമ ഇക്കാര്യത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നത് പരിമിതിയായി അവശേഷിക്കുന്നു. നാട്ടുകാർക്ക് നല്ലതു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ ജീവിത സംഘർഷങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു ട്രാക്ക് സമാന്തരമായി പോകുന്നതിന് ഇടയിൽ വരുന്ന ചില തമാശ രംഗങ്ങളും ഡയലോഗുകളും സിനിമയുടെ ടോട്ടാലിറ്റിയോട് ചേർന്നു പോകുന്നതായി അനുഭവപ്പെട്ടില്ല. സപ്തരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ക്രിഷ് കൈമളാണ് ക്യാമറ. ശ്യാം ശശിധരനാണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. രഞ്ജിൻ രാജിന്റെ സംഗീതം സിനിമയ്ക്ക് യോജിക്കുന്നതായിരുന്നു. സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരായ വന്ന ഒരു കൂട്ടം ആളുകളുടെ സാധാരണക്കാരെ കഥ പറയുന്ന സിനിമകൾ വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെയും സിനിമ മേഖലയുടെയും ആവശ്യമാണ്. SN സ്വാമിയുടെ വേറിട്ട പരീക്ഷണം, സീക്രട്ട് റിവ്യൂ. മലയാള സിനിമയിലെ തിരക്കഥാരംഗത്തെ അതികായനായ SN സ്വാമി തിരക്കഥയെഴുതി ആദ്യമായി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് സീക്രട്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനായെത്തിയ ചിത്രം മോട്ടിവേഷണൽ ഡ്രാമ എന്ന വിഭാഗത്തിൽ പെടുത്താൻ കഴിയുന്ന സിനിമയാണ്. നിരവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് തിയേറ്ററിൽ വരവേറ്റതെങ്കിലും സിബി സിനിമ സീരീസുകളുടെ തലതൊട്ടതിന് പ്രേക്ഷകരെ സിനിമയിൽ തളച്ചിടാൻ കഴിഞ്ഞോ എന്ന് സംശയമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയും മെഡിക്കൽ റെപ്പുമാണ് മിഥുൻ. എന്തിനും ഏതിനും കൂട്ടായി നിൽക്കുന്ന 4 കൂട്ടുകാരടങ്ങുന്ന സംഘമാണ് മിഥുന്റെ ശക്തി. അല്ലലൊന്നുമില്ലാത്ത കുടുംബത്തിലെ ഏകസന്തതിയായ മിഥുന് പറ്റിയ പെൺകുട്ടിയെ തന്നെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ചിട്ടുണ്ട്. കുടുംബ സുഹൃത്തിന്റെ മകളായ ശ്രേയ എന്ന ആ പെൺകുട്ടി മിഥുന്റെ മനസ്സിൽ ചേക്കേറാൻ അധിക സമയമെടുത്തില്ല. കൂട്ടുകാരിൽ ഒരാളായ മൂർത്തിയുടെ വിവാഹത്തിന് പോയി മടങ്ങും വഴി കൂട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി ഒരു ജ്യോത്സ്യനെ കാണാൻ മിഥുനും ഒപ്പം കൂടി. നാഡീജ്യോതിഷത്തിലൂടെ ഭാവി പ്രവചിക്കുന്ന ആ ജ്യോത്സ്യനുമായുള്ള കൂടിക്കാഴ്ച മിഥുന്റെ ജീവിതം മാറ്റിമറിക്കുകയാണ്. മിഥുൻ എന്ന കേന്ദ്രകഥാപാത്രമായി ധ്യാൻ ശ്രീനിവാസനാണ് സീക്രട്ടിലെത്തുന്നത്.
സ്വസിദ്ധമായ നർമ്മത്തിലൂന്നിയുള്ള പ്രകടനമല്ല ചിത്രത്തിൽ ധ്യാൻ കാഴ്ചവയ്ക്കുന്നത്. ഒപ്പം അഭിനയിച്ച ഗ്രിഗറിയും കലേഷും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. അതേസമയം നായികയായി എത്തിയ ആർദ്ര മോഹനും അപർണ ദാസും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി ചെയ്തു. സംവിധായകൻ രഞ്ജിത്ത് മോട്ടിവേറ്ററായി ചിത്രത്തിലുണ്ടെങ്കിലും കാര്യമായ ഇംപാക്ട് സൃഷ്ടിക്കാൻ കഴിയാതെ പോയി. അല്പം ലൗഡ് പെർഫോമൻസ് ആണ് ചിത്രത്തിൽ രഞ്ജി പണിക്കരുടേത്. അതേസമയം നായികയായി എത്തിയ ആർദ്ര മോഹനും അപർണ ദാസും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി ചെയ്തു. സംവിധായകൻ രഞ്ജിത്ത് മോട്ടിവേറ്ററായി ചിത്രത്തിലുണ്ടെങ്കിലും കാര്യമായ ഇംപാക്ട് സൃഷ്ടിക്കാൻ കഴിയാതെ പോയി. അല്പം ലൗഡ് പെർഫോമൻസ് ആണ് ചിത്രത്തിൽ രഞ്ജി പണിക്കരുടേത്. നിർമ്മാതാവ് സുരേഷ് കുമാർ, ജയകൃഷ്ണൻ, തലൈവാസൽ വിജയ്, അഭിരാം രാധാകൃഷ്ണൻ, മണിക്കുട്ടൻ തുടങ്ങിയ താരങ്ങൾ തങ്ങളുടെ കഥാപാത്രങ്ങൾ മികവുറ്റതാക്കി. മനസ്സിൽ തോന്നുന്ന ചില മുന്നറിവുകൾ കൊണ്ട് നടക്കാനിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാം എന്നാണ് എസ്.എൻ. സ്വാമി ഈ ചിത്രത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. ആസന്നമായ വിധിയെ മറികടക്കാനുള്ള പഴുത് അന്വേഷിച്ച് ഒരാൾ പരക്കം പായുന്നതാണ് സിനിമയുടെ പ്രമേയം. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന വിശ്വാസമില്ലായ്മയും അന്ധവിശ്വാസവും തമ്മിലുള്ള പോരാട്ടവും കാര്യങ്ങളെ മനഃശാസ്ത്രപരമായി നേരിടുന്നതെങ്ങനെയെന്നും പറയാൻ തന്റെ തിരക്കഥയിൽ എസ്.എൻ. സ്വാമി ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന വിശ്വാസമില്ലായ്മയും അന്ധവിശ്വാസവും തമ്മിലുള്ള പോരാട്ടവും കാര്യങ്ങളെ മനഃശാസ്ത്രപരമായി നേരിടുന്നതെങ്ങനെയെന്നും പറയാൻ തന്റെ തിരക്കഥയിൽ എസ്.എൻ. സ്വാമി ശ്രമിച്ചിട്ടുണ്ട്. ഭൗതികശാസ്ത്രത്തിലെ ചില നിയമങ്ങളും മനഃശാസ്ത്രത്തിലെ തത്വങ്ങളുമൊക്കെ സിനിമയിലുടനീളം പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അവ പ്രേക്ഷകരുമായി ഒരു കണക്ട് സൃഷ്ടിക്കുന്നില്ല. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സംഗീതമാണ് ജേക്സ് ബിജോയ് ചിത്രത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ജേക്സിന്റെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും പതിവ് പോലെ തന്നെ കേൾക്കാൻ ഇമ്പമുള്ളതായി. ജാക്സൺ ജോൺസന്റെ ക്യാമറയും വസോദ് ടി. ബാബുരാജിന്റെ എഡിറ്റിംഗും മനോഹരമാണ്. തന്റെ ജീവിതത്തിൽ തന്നെ നടക്കാനിരുന്ന ചില കാര്യങ്ങളെ ഇൻഷൻ കൊണ്ട് മറികടന്നിട്ടുണ്ട് എന്നും അത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് ഈ സിനിമയ്ക്ക് പ്രചോദനമായത് എന്നും എസ്.എൻ. സ്വാമി സഹായത്തോടെ വിശദീകരിക്കാൻ ഈ സിനിമയിലൂടെ എസ്.എൻ. സ്വാമി ശ്രമിക്കുന്നുണ്ട്. ജ്യോതിഷിയുടെ ഭാവി പ്രവചനം നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ സാധ്യത മാത്രമാണ് കാണിക്കുന്നതെന്നുള്ള യുക്തിചിന്തയും ചില കഥാപാത്രങ്ങളെക്കൊണ്ട് സ്വാമി പറയിക്കുന്നുണ്ട്. സിനിമാ സ്വാദനം അതിരുകൾ ഭേദിച്ച് ദേശാന്തരങ്ങൾ താണ്ടിയ പുതിയ കാലത്ത് റിയലിസ്റ്റിക് സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ എസ്.എൻ. സ്വാമിയുടെ ഒരു വേറിട്ട പരീക്ഷണമാണ് സീക്രട്ട് എന്ന സിനിമ.